നേരത്തെ റിഫായി ഷെഹിന്റെ ചോദ്യത്തിന് മറുപടി പറഞ്ഞത് ഈസാ നബിയെ കുറിച്ചാണ്. അത് തെളിവുള്ള കാര്യം തന്നെയാണ് പരിശുദ്ധ ഖുർആനില്. എന്നാൽ അള്ളാഹുവിന് ഉത്കൃഷ്ടമായ നാമങ്ങളുണ്ട്. അതിൽ 2 പേരുകളാണല്ലോ റഹ്മാൻ റഹീം. അർ-റഹ്മാൻ റഹീം. ഈ റഹ്മാൻ എന്ന പദത്തിന്റെ വ്യാഖ്യാനത്തിൽ ഈ ലോകത്ത് വെച്ച് അള്ളാഹുവിനെ വിളിക്കുന്നവർക്കും വിളിക്കാത്തവർക്കും അള്ളാഹു അല്ലാത്ത മറ്റു സൃഷ്ടികളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർക്കും അള്ളാഹു ഒരുപോലെ ഗുണം ചെയ്യുമെന്നും, അതുപോലെ റഹീം എന്ന പേരിന് അള്ളാഹുവിനെ ഈ ലോകത്ത് വെച്ച് അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ചവർക്ക് മാത്രമേ പരലോകത്ത് ഗുണം കിട്ടുകയുള്ളൂ എന്നും അതിന്റെ വ്യാഖ്യാനമായി പറയപ്പെടുന്നുണ്ടല്ലോ. അപ്പോൾ മുജാഹിദുകൾ വാദിക്കുന്നതും ഇത് തന്നെയാണല്ലോ. ഈ ലോകത്ത് വെച്ചായാലും അള്ളാഹുവിനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. അതിന്റെ അള്ളാഹുവിന്റെ ഉത്കൃഷ്ടമായ നാമങ്ങളിൽ മുഹീദ്ദീൻ ഷേഖ് എന്നൊരു പേരില്ല. എവിടെ നിന്ന് ലോകത്തിന്റെ ഏത് ഭാഗത്തു നിന്ന് മുഹീദ്ദീൻ ഷേഖിനെ വിളിച്ചാലും മുഹീദ്ദീൻ ഷേഖ് വിളിയേക്കുമെന്നും, അങ്ങനെ മുഹീദ്ദീൻ ഷേഖിനെ വിളിച്ചാലും കാര്യം നടത്തുന്ന അള്ളാഹുവാണ്. സർവ്വസൃഷ്ടികൾക്കും കാര്യം നടത്തി കൊടുക്കുന്ന അള്ളാഹുവാണ്. അപ്പോൾ അള്ളാഹു അല്ലാത്തവർ വിളിച്ചതിന്റെ പേരിൽ നാളെ പരലോകത്തെ ശിക്ഷ അനുഭവിക്കേണ്ടി വരില്ലേ? അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്നവരല്ലേ ഉത്തമം? അതല്ലേ റഹീം എന്ന പേരിന്റെ ഉപേക്ഷ? പരലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹു അല്ലാത്ത സൃഷ്ടികളെ വിളിച്ചതിന്റെ പേരിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നാളെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന കൂട്ടത്തിൽ നമ്മൾ അകപ്പെട്ടു പോകരുത് എന്നുള്ള സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിലും ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നത്. ഈ ചോദ്യത്തിന് മറുപടി വരണം. മറുപടി വളരെ കൃത്യമായി അളവ് കുറിച്ച് ഞാൻ പറയാൻ പോവുകയാണ്. വളരെ ശ്രദ്ധിക്കണമെന്ന് എനിക്ക് പറയാനുള്ളൂ. ഒന്നാമത്തെ കാര്യം, നമ്മളെല്ലാവരും കൂടി സ്വർഗത്തിന് നരകത്തിക്കാവുമെന്നുള്ള ബേജാറ് കൊണ്ടാണ് അദ്ദേഹത്തിന് ഈ ഉപദേശം നൽകുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ആ കാര്യത്തിൽ നിങ്ങൾ ബേജാറാകാനാവില്ല. ഞങ്ങൾ ഇൻഷാ അല്ലാഹ് നരകത്തിലല്ല സ്വർഗത്തിലായിരിക്കും. അല്ലാഹു മാറാവട്ടെ. മുജാഹിദുകൾ നരകത്തിൽ പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി എന്നാണ് എനിക്ക് ആദ്യം അത് പറയാനുള്ളത്. കാരണം എന്തുകൊണ്ടാണ് ഇത് പറയുന്നത്? അല്ലാഹ് റഹ്മാൻ റഹീം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്നു എന്നൊക്കെയാണ് അർത്ഥം പറഞ്ഞത്. പണ്ഡിതന്മാരൊക്കെ പറഞ്ഞ അർത്ഥം ഈ ലോകത്ത് വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഗുണം ചെയ്യുന്നവൻ റഹ്മാൻ. റഹീം എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് വഴിപ്പെട്ടവർക്ക് ഗുണം ചെയ്യുന്നവൻ എന്നാണ്. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. അപ്പൊ അള്ളാഹു അല്ല, അള്ളാഹുവിനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാവൂ എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. അള്ളാഹുവിന്റെ ഗുണവിശേഷണങ്ങളെ കൊണ്ട് പ്രാർത്ഥിക്കാം എന്നും പറയുന്നു. അങ്ങനെയുള്ള പ്രാർത്ഥനയിൽ മുഹീദ്ദീൻ ഷേഖ് എന്നൊരു പേരുണ്ടോ എന്നാണ് ചോദ്യം. മറുപടി പറയുന്നതിന് മുമ്പ് സാധാരണക്കാരായ ആളുകളെ അദ്ദേഹം തുകമറ സൃഷ്ടിച്ച ഒരു പദപ്രയോഗത്തെ ഒന്ന് വിശദീകരിക്കേണ്ടതുണ്ട്. എന്താണ്? അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കുക എന്നാണ് പറഞ്ഞ പദം നിങ്ങൾ കേട്ടു. അത് മുജാഹിദിന്റെ എക്കാലത്തെയുമുള്ള തുരുപ്പ് ഷീറ്റാണ്. ഈ പദം ഇല്ലായിരുന്നുവെങ്കിൽ മുജാഹിദ് കേരളത്തിൽ ഇല്ലാതെയാകും, യാതൊരു സംശയവുമില്ല. എന്താണ് അവർക്ക് ഇതിനുള്ള ദുരുദ്ദേശം? വിളിച്ചു പ്രാർത്ഥന എന്ന് സാധാരണഗതിയിൽ നമ്മൾ പറയാറുള്ളത് എന്താണ്? അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നതിനെ കുറിച്ചാണ് പ്രാർത്ഥന എന്ന് പറയാറുള്ളത് നമ്മളൊക്കെ, അല്ലേ? നമ്മളെ പരിപാടി തുടങ്ങാൻ പ്രാർത്ഥന തുടങ്ങാൻ പോവാണ് അൽ ഫാത്തിഹ. അങ്ങനല്ലേ പറയാറുള്ളത്? ഇതിന്റെ ഫാത്തിഹ അല്ലാഹുമ്മ അല്ലാഹുമ്മ അല്ലാഹുവേ. ഇനി നമ്മൾ നിസ്കാരങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, അങ്ങനെ പറയാറുള്ളത്. എന്താണ്? ആരോടാ പ്രാർത്ഥിക്കണം? അല്ലാഹുവിനോട്. ഇതിനെ കുറിച്ചാണ് സാധാരണഗതിയിൽ പ്രാർത്ഥന എന്ന് നമ്മൾ പറയാറുള്ളത്. ഒരു വസ്തുതയാണ്, സാധാരണഗതിയിലുള്ള പ്രയോഗമാണ് ഞാൻ പറയുന്നത്. അതേ അവസരത്തിൽ നമ്മൾ മുഹീദ്ദീൻ ഷേഖിനോട് വിളിച്ചു, യാ ഗൗസ് യാ മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി, മുഹീദ്ദീൻ ഷേഖിനെ വിളിച്ചു. അല്ലെങ്കിൽ അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ബിയദി വഖല്ലത ഹീലതി അദ്രികനി യാ റസൂലല്ലാഹ് എന്ന് റസൂലുള്ളാഹിനെ വിളിച്ചാൽ അതിനെക്കുറിച്ച് നമ്മൾ റസൂലുള്ളാഹിയോട് പ്രാർത്ഥിച്ചു, മുഹീദ്ദീൻ ഷേഖിനോട് പ്രാർത്ഥിച്ചു എന്ന് സാധാരണഗതിയിൽ പറയാറില്ല. പ്രാർത്ഥന എന്നത് മലയാള പദമാണ്. എന്താണ് അതിന്റെ അർത്ഥം? പ്രാർത്ഥന എന്ന മലയാള പദത്തിന്റെ ഡിക്ഷണറികൾ മുഴുവനും എടുത്തു നോക്കൂ നിങ്ങൾ. ശബ്ദധാരാവലി എടുത്തോളൂ, ശബ്ദസാഗരം എടുത്തോളൂ, അതുപോലെ തന്നെ കേരള മലയാള നിഘണ്ടു ഏതെടുത്താലും ഭാഷാ നിഘണ്ടു എടുത്തോളൂ. അതിലൊക്കെ കാണും പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ?
എന്താ? പ്രാർത്ഥന എന്ന് പറഞ്ഞ അപേക്ഷ, യാചന, ശേഷം, ചോദ്യം, ഇതൊക്കെയാണ്. ഇതാണ് ഈ പ്രാർത്ഥന എന്ന് പറയുന്നത്. പ്രാർത്ഥന, അർത്ഥന, അപേക്ഷ, യാചന, ശേഷം, ചോദ്യം, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ഇങ്ങനെ വ്യത്യസ്തങ്ങളായ അർത്ഥങ്ങൾ പ്രാർത്ഥന എന്ന പദത്തിൽ മലയാള ഡിക്ഷണറിയിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോ മുജാഹിദ് സുന്നികളെ കുറിച്ച് പറയുന്നത് എന്താ? സുന്നികൾ അല്ലാഹു അല്ലാത്ത മുഹീദ്ദീൻ ശൈഖിനോട് അല്ലെങ്കിൽ ബദരീകളോട് പ്രാർത്ഥിക്കുന്നവരാണ്. എന്താ ഇപ്പൊ മലയാള ഭാഷ അനുസരിച്ച് അതിന്റെ അർത്ഥം? സുന്നികൾ അല്ലാഹു അല്ലാത്തവരോട് തേടുന്നവരാണ്, സുന്നികൾ അല്ലാഹു അല്ലാത്തവരെ വിളിക്കുന്നവരാണ്, സുന്നികൾ അല്ലാഹു അല്ലാത്തവരോട് അപേക്ഷിക്കുന്നവരാണ്, സുന്നികൾ അല്ലാഹു അല്ലാത്തവരോട് യാചിക്കുന്നവരാണ്, സുന്നികൾ അല്ലാഹു അല്ലാത്തവർക്ക് അരുതി നൽകുന്നവരാണ്. ഇതൊക്കെ എന്റെ അതിന്റെ അർത്ഥം. ഇതിനെന്താ കുഴപ്പം? അത് സുന്നികൾ മാത്രമേ മുജാഹിദ് ചെയ്യുന്നില്ലേ? അല്ലാഹു അല്ലാത്തവരോട് അപേക്ഷിക്കുന്നില്ലേ മുജാഹിദുകൾ? അല്ലാഹു അല്ലാത്തവരോട് ചോദിക്കുന്നില്ലേ? അല്ലാഹു അല്ലാത്തവരോട് അർപ്പിക്കുന്നില്ലേ? അല്ലാഹു അല്ലാത്തവരോട് യാചിക്കുന്നില്ലേ? അല്ലാഹു അല്ലാത്തവർക്ക് അറിവ് കൊടുക്കുന്നില്ലേ? പിന്നെ എന്താ ഇവിടെ പ്രശ്നമുള്ളത്? അപ്പൊ കഴിഞ്ഞിട്ട് ഞാൻ കഴിഞ്ഞ എന്റെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചോദിക്കാൻ അവസരം തരും. ഞാനത് പഠിപ്പിച്ചിട്ട് നിങ്ങളെ വിടുള്ളൂ ഇൻഷാ അല്ലാഹ്. അപ്പൊ നിങ്ങളെ മാത്രമുള്ള സകല മുജാഹിദുകളെ അപ്പൊ ഞാൻ പറയുന്നത് ഇൻഷാ അല്ലാഹ്, പ്രാർത്ഥന എന്ന പദത്തിന്റെ അർത്ഥം ഇതാണ്. അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ അല്ലാഹു അല്ലാത്തവരോട് അപേക്ഷിക്കുക, യാചിക്കുക, ചോദിക്കുക, തേടുക എന്നാണ്. അപ്പൊ മുഹീദ്ദീൻ ശൈഖിനോട് അല്ലാഹു അല്ലാത്ത മുഹീദ്ദീൻ ശൈഖിനോട് സുന്നികൾ ചോദിക്കുന്നു, യാചിക്കുന്നു, അർത്ഥിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഭാഷാപരമായി യാതൊരു തെറ്റുമില്ല. എന്ത്? നമ്മൾ ഡോക്ടറോട് ചോദിക്കുന്നു, സഹായം ചോദിക്കുന്നു, യാചിക്കുന്നു, അപേക്ഷിക്കുന്നു. രോഗമുണ്ടാകുമ്പോ ഡോക്ടറിലേക്ക് നമ്മൾ പോകുന്നില്ലേ? നമ്മൾക്ക് 1000 രൂപ കടം വരുമ്പോ ഡോക്ടർ നമ്മൾ സാധാരണ സുഹൃത്തിനോട് ചോദിക്കുന്നില്ലേ? ഭാര്യയോട് ചോദിക്കുന്നില്ലേ? അല്ലാഹു അല്ലാത്തവരോട് ചോദിക്കുന്നു, അല്ലാഹു അല്ലാത്തവരോട് അപേക്ഷിക്കുന്നു. ഒരു പ്രശ്നമില്ല. അതേ അവസരത്തിൽ അർത്ഥന അല്ലെങ്കിൽ പ്രാർത്ഥന എന്ന് പേര് പറഞ്ഞതുകൊണ്ട് മാത്രം ആ ചോദ്യം, ആ ശേഷം, ആ അപേക്ഷ, ആ യാചന, ആ ഹർജി, ആ പ്രാർത്ഥന, ആ അർത്ഥന അത് ശിർക്കാവുകയില്ല. പിന്നെയോ ഈ ചോദിക്കപ്പെടുന്ന ശക്തിയെക്കുറിച്ച് ചോദിക്കുന്നവന്റെ വിശ്വാസം എന്ത് എന്നതിനെ ആശ്രയിച്ചാണ് ഈ ചെയ്യുന്ന കർമ്മം ശിർക്കാണെന്നോ ഇസ്ലാം വിരുദ്ധമാണെന്നോ വിധി എഴുതാൻ പറ്റുകയുള്ളൂ. അതിന് പ്രാർത്ഥന പേരിട്ടതുകൊണ്ട് ശിർക്കായി, പ്രാർത്ഥന പേരിട്ടിട്ടില്ലെങ്കിൽ ശിർക്കല്ല എന്നല്ല. ചോദിക്കപ്പെടുന്ന ആളെ കുറിച്ച് എന്റെ വിശ്വാസം എന്ത് എന്നതിനെ ആശ്രയിച്ചിരിക്കും. ഉദാഹരണം പറഞ്ഞാൽ ചോദിക്കുന്ന ആള് ഞാൻ ഇദ്ദേഹത്തോട് ചോദിക്കുന്ന ഒരു ഗ്ലാസ് വെള്ളം, എന്താ ഏത് അവസരമാണ് ചോദിക്കുന്നത്? ഇദ്ദേഹം ഒരു ഗ്ലാസ് വെള്ളം ചോദിക്കപ്പെടുമ്പോ ഇദ്ദേഹം ദൈവമാണെന്നോ, ദിവ്യത്വമുണ്ടെന്നോ, ദൈവാവതാരമാണെന്നോ, ദൈവപുത്രനാണെന്നോ വിശ്വസിച്ചുകൊണ്ടാണോ ചോദിക്കുന്നത്? ആ ചോദ്യം, ആ തേട്ടം, ആ യാചന, ആ അപേക്ഷ, ആ അർത്ഥന, ആ പ്രാർത്ഥന അത് ശിർക്കാണ്. ഇസ്ലാം കഠിനമായി വിലക്കിയതാണ്. അതിന് കാരണം പേര് പ്രാർത്ഥന എന്നിട്ടത് കൊണ്ടല്ല, പിന്നെ ചോദിക്കപ്പെടുന്ന ശൈലി അങ്ങനെയായിപ്പോയി എന്നതാണ്. ചോദിക്കപ്പെടുന്ന ശക്തിയെക്കുറിച്ച് ദൈവമാണെന്നോ, ദൈവാവതാരമാണെന്നോ, ദൈവപുത്രനാണെന്നോ, ദിവ്യത്വമുണ്ടെന്നോ വിശ്വസിച്ചുകൊണ്ട് ചോദിക്കുകയാണോ ശിർക്കാണ്, കുഫ്റാന്. ഇസ്ലാം കഠിനമായി വിലക്കിയ കാര്യമാണ്. അങ്ങനെയല്ല നമ്മൾ ചോദിക്കുന്നത്. ഡോക്ടറെ സുഖമില്ല, ഡോക്ടറെ മരുന്ന് തരണമേ എന്ന് ചോദിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. എനിക്ക് 1000-10,000 ഉറുപ്പിക ആവശ്യമുണ്ട്, കടം തരണമേ എന്ന് അപേക്ഷിക്കുകയാണ്, ചോദിക്കുകയാണ് മറ്റൊരാളോട്. അത് ദൈവമാണെന്നോ, ദൈവാവതാരാണെന്നോ, ദൈവമെന്ന് കരുതിയിട്ടൊന്നും അല്ല നമ്മൾ ചോദിക്കുന്നതെങ്കിൽ ആ ചോദ്യം, ആ തേട്ടം, ആ അപേക്ഷ, ആ യാചന അത് ശിർക്കല്ല, അത് ഇസ്ലാം വിലക്കിയതല്ല, ഇസ്ലാം കുഫ്റായി പ്രഖ്യാപിച്ച കാര്യവും അല്ല. ഇത് വളരെ ലളിതമായ ഒരു കാര്യമാണ്. മുജാഹിദുകൾ പറയും മരിച്ചു പോയവരെ ചുരുക്കാണ്. ശിർക്കും തൗഹീദും ആകാനുള്ള മാനദണ്ഡം മരിക്കലും ജീവിക്കലും അല്ല. ഒരു കഥയില്ല ഈ മുജാഹിദുകൾക്ക്. എന്താ ചെയ്യുക? ഒരന്തമില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, മാതാ അമൃതാനന്ദമയ്യെ വിളിക്കുന്ന അവരുടെ ഭക്തന്മാരില്ലേ ഇവിടെ? അവർ വിളിക്കുന്നത് എങ്ങനെയാണ്? ജീവിച്ചിരിക്കുന്ന മാതാ അമൃതാനന്ദമയ്യെ വിളിക്കുന്നത് എങ്ങനെയാണ്? അവര് ആ മാതാ അമൃതാനന്ദമയി ദൈവമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ടാണ്. ജീവിച്ചിരിക്കുന്നവരെയാണ് വിളിക്കുന്നത്. ആ വിളി അത് നിങ്ങളെ അർത്ഥനാഥ് പേരിട്ടാലും പ്രാർത്ഥനാഥ് പേരിട്ടിട്ട് ഇല്ലെങ്കിലും വിളിയെന്നോ, തേട്ടെന്നോ, അപേക്ഷാനോ, സഹായം ചോദിക്കുന്നോ, യാചനാന്നോ, ഹർജിന്നോ എന്ത് പേരിട്ടാലും അത് ശിർക്കാണ്. അതെങ്ങനെ ശിർക്കാകെ? പ്രാർത്ഥന എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. പ്രാർത്ഥന എന്ന് പറയലല്ല അതിന്റെ മാനദണ്ഡം. എങ്ങനെ മാതാപിതാക്കളുമായോട് ചോദിക്കാൻ ശിർക്കായ? മാതാപിതാക്കളുമായി മരിച്ചിട്ടില്ലല്ലോ. അത് വിഡിത്തമാണ് മുജാഹിദേ.
അങ്ങനെയല്ല, ഇത് മരിക്കലും ജീവിക്കലുമല്ല. മാതാപിതാരന്തമായി വിളിക്കുന്ന അവരുടെ ഭക്തന്മാർ അവർ ദൈവമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് വിളിക്കുന്നു. അതുകൊണ്ട് ആ വിളി, ആ തേട്ടം, ആ അപേക്ഷ, ആ യാചന, അത് നിങ്ങൾ പേരെന്ത് പറഞ്ഞാലും വെള്ളിയാഴ്ച രാകുന്നു. ആ പരിപാടി തെറ്റാകുന്നു, ശിർക്കാകുന്നു, കുഫ്റാകുന്നു. യേശുക്രിസ്തുവിനെ വിളിക്കുന്ന ആളുകളുണ്ട്, ദൈവപുത്രനാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് വിളിക്കുന്നു. പാടില്ല. ഇസ്ലാം അത് കടുത്ത ഭാഷയിൽ വിലക്കിയതാണ്. അവർ അവരുടെ മതത്തിന്റെ ഇന്ത്യ രാജ്യമാണ്, അവരുടെ മത സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായി ചെയ്യുന്നു. പക്ഷെ ഇസ്ലാമിന്റെ ഭാഷയിൽ കടുത്ത ശിർക്കാണ്, കുഫ്റാണ്, പാടില്ലാത്ത കാര്യമാണ്. എന്താ കാരണം? ദൈവപുത്രനാണ്, ദിവ്യത്വം കൽപ്പിച്ചുകൊണ്ടാണ് അവർ വിളിക്കുന്നത്. അതുകൊണ്ട് അത് തെറ്റാണ്, ശിർക്കാണ്. ഡോക്ടറോട് നമ്മൾ ചോദിക്കുന്നത് ദിവ്യത്വം കൽപ്പിച്ചുകൊണ്ടുള്ള ഡോക്ടർ ദൈവമാണെന്ന് കരുതിക്കൊണ്ടല്ല, അള്ളാഹു നൽകിയ കഴിവുകൊണ്ട് ഡോക്ടർ സഹായിക്കുമെന്ന് കരുതിക്കൊണ്ടാണ് ഡോക്ടറോട് ചോദിക്കുന്നത്. നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കുന്നത് എങ്ങനെയാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദൈവമാണെന്നോ, ദൈവപുത്രനാണെന്നോ, ദൈവാവതാരമാണെന്നോ കരുതി